അങ്ങനെ ഈ വർഷത്തെ 5ാമത്തെ ഫാമിലി മീറ്റ് നമ്മൾ വയനാട് വൈത്തിരി പാർക്ക്, വൈത്തിരി റിസോർട്ട് അവിടത്തേക്ക് സെറ്റാക്കി കേട്ടോ. അപ്പോൾ അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടാവും, അതുകൊണ്ട് പറയുകയാണേ. നമ്മൾ കുടുംബത്തിൽ, അതായത് സുധിയേട്ടൻ്റെ അച്ഛന് 3 മക്കൾ. ഈ 3 മക്കളും എല്ലാ മാസത്തിലും ഒരു ദിവസം, എല്ലാ മാസവും ഒരു ദിവസം, എല്ലാവർക്കും പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസം ഒരുമിച്ച് ഉണ്ടാവണം എന്നുള്ളൊരു തീരുമാനം എടുത്തു കേട്ടോ. അതിന് കുറച്ച് കണ്ടീഷൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അതിനായിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫാമിലി മീറ്റ് 2024 ജനുവരിയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നല്ല അടിപൊളി സക്സസ് ആയിട്ട് തന്നെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അത് മിനിമം നമ്മൾ ആ ഒരു ചിലവഴിക്കുന്ന സമയത്തൊന്നും ആരും മൊബൈലൊന്നും യൂസ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെയെന്ന് പറയുന്നത്, വലിയ ബഡ്ജറ്റിലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ സെലക്ട് ചെയ്യില്ല. അതായത് ഇപ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു തുടക്കം. അപ്പോൾ എല്ലാവരും വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് വരുന്ന രീതിക്ക് കണക്കാക്കി അവരൊക്കെ വരുന്നുണ്ട്, അവർക്ക് ഫുഡ് കൊടുക്കണം എന്ന രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും, ആളുകൾ വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ പരിപാടിയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ, അതായത് ചമ്മന്തിയും ചോറും മുട്ടയുപ്പേരി അങ്ങനെയൊക്കെ പൊതിച്ചോറ് കൊണ്ടുവരിക. എല്ലാവരും വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ചോറ്റുപാത്രത്തിൽ കൊണ്ടുവരിക. എന്നിട്ട് ഒരുമിച്ച് വട്ടത്തിലിരുന്ന് ഷെയർ ചെയ്തിട്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ നൊസ്റ്റാൾജിയ അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുക. ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്താ എന്ന് വെച്ചാൽ, നമ്മൾ അടുക്കളയിൽ അധികം സമയം ചിലവഴിക്കുന്നില്ല. എല്ലാവരും മാക്സിമം പരമാവധി ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം കേട്ടോ. ഒന്ന് ഫ്രീ ആവുക, മറ്റുള്ള എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് പരസ്പരം റിലാക്സ് ആയിട്ടൊന്ന് സംസാരിക്കുക. എന്തെങ്കിലും ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ഒരു ഗെയിം അങ്ങനെയൊക്കെ സെറ്റാക്കുക. ഇതാണ് നമ്മൾ വയനാട് വൈത്തിരിയിലുള്ള ഗൂസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൂൾ വില്ലയിലാണ് കേട്ടോ താമസം. അപ്പോൾ ആദ്യം നമ്മൾ വരുന്ന വരത്തിൽ വയനാട്ടിൽ എന്നൂര് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടു. അതിനുശേഷം പൂൾ വില്ലയിലേക്ക് എൻ്റർ ചെയ്യാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. അതായത് പ്രൈവറ്റായിട്ട് നമുക്ക് പൂളൊക്കെ ഉള്ളപ്പോൾ തന്നെ കുറച്ച് പ്രൈവസി അത്യാവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ തന്നെയുള്ളൊരു 30-34 സെൻറ്റ് സ്ഥലം, അതിൽ ഒരു വീടുണ്ട്, അതിൽ 2 മുറിയുണ്ട്, ഒരു കിച്ചണും ഉണ്ട്, ഒരു ഹാളും ഉണ്ട്. അത് പിന്നെ ഈ പൂളിനെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ വേറൊരു സെറ്റപ്പ് റൂമാണ് കേട്ടോ. കംപ്ലീറ്റ് ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല വ്യൂ കിട്ടുന്ന രീതിയിലുള്ളൊരു റൂമും അവിടെ ഉണ്ട്. അങ്ങനെയാണ് റൂമൊക്കെ ഉള്ളത്. അതായത് ഒരു വീട്ടിനകത്ത് 2 റൂമും ഒരു റൂം സെപ്പറേറ്റ് തന്നെയാണ് ഉള്ളത്. പിന്നെ അതോടനുബന്ധിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ കുഞ്ഞു റൈഡുകളും, പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ്, അതോടൊപ്പം ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ്, ഒക്കെ കൂടിയിട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അത് പൂൾ വില്ല. ഇവിടെയാണ് നമ്മൾ ഗൂസ്ബെറിയിലാണ് താമസിച്ചത്. അതിനിടെ മറ്റൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ വയനാട്ടിലേക്ക് കയറുമ്പോൾ ആ ഒരു ചുരം തുടങ്ങുമ്പോഴത്തേക്കും, വയനാട് എന്നുള്ള ആ ഒരു ഫീല് കിട്ടി തുടങ്ങുമ്പോഴത്തേക്കും എൻ്റെ മൂഡ് മൊത്തം പോയി കേട്ടോ. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ സഹിക്കാൻ പറ്റാത്തൊരു പ്രയാസം എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കിടക്കുകയാണ്. പക്ഷേ എല്ലാവരും വണ്ടിയിൽ പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ഉല്ലസിക്കുന്ന സമയത്ത് പക്ഷേ എനിക്ക് അതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പുറത്തേക്ക്, വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി ഭയങ്കരമായിട്ട് ശ്രമിച്ചെങ്കിലും എനിക്ക് എൻ്റെ കൺട്രോൾ പോയി. ഞാനൊന്ന് നന്നായിട്ട് പൊട്ടിക്കരഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, ചൂരൽമല ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ദുരന്തം എൻ്റെ മനസ്സിനെ നന്നായിട്ട് ബാധിച്ച് കുറേ മാസത്തോളം എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തെ മൊത്തം ബാധിച്ചൊരു സംഭവമാണ്. ഞാൻ സൈക്കോളജിസ്റ്റിനെ വരെ കണ്ടാലോ എന്ന് ആലോചിച്ചൊരു സംഭവമാണത്. അത്രത്തോളം വേദന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഭാരത് ബെൻസ് കാണുന്ന സമയത്ത് അർജുനെ ഓർമ്മ വരിക, ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ബാധിച്ചൊരു വിഷയങ്ങളാണ്. അങ്ങനെ ഞാനത് വയനാട് എത്തിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം ഈ വയനാട്ടിലേക്ക് നമ്മൾ പോകുന്നത് ഉല്ലസിക്കാനാണ്, സന്തോഷിക്കാനാണ്. പക്ഷേ ജന്മനാടായിട്ട് പോലും ആ പേര് കേൾക്കുമ്പോൾ ഭയക്കുന്ന രീതിയിലുള്ള കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്നുവെച്ചാൽ ജനിച്ചു വളർന്ന നാടാണ്, എന്നാൽ പോലും സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് നടക്കുന്നവർ. അപ്പോൾ എന്തായാലും അവരെ ആ ഒരു ഓർമ്മ അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായി. കാരണം ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മൾ ഈ നാട്ടിൽ മണ്ണിൽ കാല് കുത്തി അത് ആനന്ദത്തോടെയാണ് തിരിച്ചിറങ്ങി പോകുന്നത്. പക്ഷേ അവർക്കൊന്നും തിരിച്ച് ഈ ഭൂമിയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ല. ഞാനത് സംഭവിച്ചപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കാര്യം. അവർക്ക് വേണ്ടി എൻ്റെ മനസ്സിലൊരു കാര്യം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും യൂണിവേഴ്സ് എനിക്ക് സാധിച്ചു തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കേട്ടോ. കുറച്ച് വൈകിയാണെങ്കിൽ കൂടി. തണുപ്പുണ്ട്.
അതേപോലെ ഞാനിങ്ങനെ എന്തുകൊണ്ടോ എനിക്ക് തോന്നി കേട്ടോ, വയനാട്ടിലുള്ള ഒരു മഴയോ കാറ്റോ വന്ന് എന്നെ ഒന്ന് വല്ലാതെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറേയൊക്കെ ആശ്വാസമായേനെ. കാരണം അതിൽ സങ്കടപ്പെട്ട ഒരുപാട് പേരെ എനിക്കൊന്ന് ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം എന്ന രീതിയിൽ അങ്ങനെ ഞങ്ങൾ മലയൊക്കെ കയറി, സോറി, ചുരമൊക്കെ കയറി അവിടെ എല്ലാ പരിപാടിയും ഇതൊക്കെ കഴിഞ്ഞു. വൈത്തിരി റിസോർട്ടിലാണ് താമസിച്ചത്. പിറ്റേന്ന് വൈത്തിരി പാർക്കിൽ, അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ പാർക്കിൽ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നല്ല മഴ കേട്ടോ. പാർക്കിൽ നിന്ന് ഇറങ്ങിയതും ഭയങ്കര മഴ, പ്രതീക്ഷിക്കാത്തൊരു മഴ. ശരിക്കും എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിലേ ഞാൻ വിചാരിക്കാം, നമ്മൾ ശക്തമായിട്ടൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അതെന്നോടെന്തോ വയനാട് എന്നോട് തിരിച്ച് എനിക്കൊരു മറുപടി തന്നതായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കണ്ടത് കേട്ടോ. എനിക്ക് ആ ഫീൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ വരുന്ന സമയത്തൊക്കെയും തിരിച്ചു വരുമ്പോൾ നമ്മൾ ആദ്യം പോയതുപോലെയല്ല, കണ്ടോ താഴത്തേക്ക് മലനിരകളോ ഒന്നും തന്നെ കാണാനില്ല. മഴ പെയ്തത് കാരണം വൈറ്റ് ആകാശം പോലെയാണ് പിന്നീട് താഴത്തേക്ക് നോക്കുമ്പോൾ, ചുരത്തിന് താഴേക്ക് നോക്കുന്ന സമയത്ത് അത്രയും നല്ല മഴ. അപ്പോൾ പിന്നെ നല്ല തണുപ്പും അല്ലേ വയനാട്. എന്നിട്ട് ഒരു ഞാൻ സൈഡിലിരുന്നിട്ട് ആ വിൻഡോ നീക്കി ആ മഴ മൊത്തവും എൻ്റെ മുഖത്തേക്കും നെഞ്ചത്തേക്കും കയ്യിലേക്കൊക്കെ പരമാവധി അത് പുണരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു കേട്ടോ. എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട് വണ്ടിയിലേക്ക് നല്ല തണുപ്പ് കയറുന്നുണ്ട്, നീ ക്ലോസ് ചെയ്യ്. പക്ഷേ എനിക്ക് എൻ്റെ ഫീലിങ്സ് ആ സമയത്ത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടന് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തും പറയാനൊന്നും പോയില്ല. ഞാൻ ആ മഴ നന്നായിട്ട് ആസ്വദിച്ചു. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മനസ്സുകൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തവണത്തെ ഫാമിലി മീറ്റ് വിശേഷങ്ങൾ കേട്ടോ.